ഹായ്, അച്ചുമാമയെന്നും സഖാവ് വി എസ് എന്നും ആളുകൾ സ്നേഹത്തോടെ വിളിച്ച ശ്രീ വി എസ് അച്യുതാനന്ദൻ ഇനി ഒരോർമ്മ. എന്താണ് അദ്ദേഹത്തെ അതുല്യനാക്കുന്നത് അഥവാ യുണീക്കാക്കുന്നത്? അഴിമതിയോട്, താൻ വിശ്വസിക്കുന്ന ആദർശങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്. 100 വർഷം ഭൂമിയിൽ ജീവിച്ചിട്ടും ആർക്കും ഒരഴിമതിയും അദ്ദേഹത്തിനെതിരെ ആരോപിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നോ, ഇനി ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് വിളിച്ചു പറയുവാൻ പാർട്ടി പോലും അദ്ദേഹത്തിന് തടസ്സമായിരുന്നില്ല. നിലപാടിലുള്ള ആ കാർക്കശ്യമായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. ജീവിതത്തിലെ നിരവധിയായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും അചഞ്ചലമായിരുന്നു ആ മനസ്സ്. തൻ്റെ വഴികാട്ടിയായിരുന്ന സഖാവ് കൃഷ്ണപിള്ളയുടെ മരണം അദ്ദേഹത്തെ തളർത്തിയില്ല. തടവിലായിരുന്നപ്പോൾ ജയിലിൽ വെച്ച് മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരനെ പോലീസ് ചവിട്ടിക്കൊല്ലുന്ന കണ്ടു നിൽക്കേണ്ടി വന്നു. അപ്പോഴൊന്നും ആ മനഃശക്തിക്ക് കോട്ടമുണ്ടായില്ല. അല്പം വേദനിച്ചുവെങ്കിൽ പോലും അവസാന കാലം ശ്രീ ടി പി ചന്ദ്രശേഖരന്റെ വിധവ ശ്രീമതി രമയെ ആശ്വസിപ്പിക്കാൻ എത്തിയപ്പോൾ പാർട്ടി എതിർ നിന്നിട്ടും അവിടെ എത്തിയപ്പോൾ അദ്ദേഹം വിതുമ്പിപ്പോയി. അങ്ങനെ ആ ജീവിതത്തിൽ മറക്കാനാവാത്ത എന്തെല്ലാം സംഭവങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തെ പോലെ അതുല്യനായ ഒരു രാഷ്ട്രീയക്കാരൻ ഉണ്ടായിട്ടില്ല, ഇനി ഒട്ടും ഉണ്ടാവാനും പോകുന്നില്ല. ഏറ്റവും വലിയ ദുഃഖമെന്ന് പറയുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും പാർട്ടി അദ്ദേഹത്തിനൊപ്പം ആയിരുന്നില്ല എന്നുള്ളതാണ്. എങ്കിലും പാർട്ടിയിലും പാർട്ടി വിശ്വാസങ്ങളിലും അവസാനം വരെ അടിയുറച്ച് നിന്നിരുന്ന ആളാണ് സഖാവ് വി എസ്. ഞാൻ വീണ്ടും പറയുന്നു, സഖാവ് വി എസിന് പകരം വയ്ക്കാൻ വി എസ് അച്യുതാനന്ദൻ മാത്രം. അഭിവാദ്യങ്ങൾ.